ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, വലിയ നോമ്പിലെ 5-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. നോമ്പിലെ ഓരോ ആഴ്ചയിലും കർത്താവ് ചെയ്ത, മനുഷ്യസ്നേഹത്തോട് ചെയ്ത, മനുഷ്യരോട് ചെയ്ത കരുണയുടെ പാഠങ്ങളാണ് ഓരോ ആഴ്ചയിലും നാം ധ്യാനിക്കുന്നത്. ഇന്ന് കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്ത ചിത്രമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാന വിഷയം. ഒരു ശബ്ബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കിലേക്ക് വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി കോപിഷ്ഠനായി ജനങ്ങളോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം പ്രാപിച്ചുകൊള്ളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തരും ശബ്ബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്തുനാളിൽ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രതിയോഗികളെല്ലാവരും ലജ്ജിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമ പ്രവൃത്തികളാലും ജനമൊക്കെയും സന്തോഷിച്ചു. അവിടെ 18 സംവത്സരമായി കൂനിയായൊരു സ്ത്രീ യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു പള്ളിയിൽ ഉപദേശിക്കുകയായിരുന്നു എന്നാണ് തുടങ്ങുന്നത്. അവിടെ 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കൂനിയായൊരു സ്ത്രീ നിന്നിരുന്നു. യേശു വന്നതിന് ശേഷം വന്നതല്ല, അവൾ ഓൾറെഡി നേരത്തെ അവിടെ ദേവാലയത്തിലുണ്ട്. കർത്താവ് അവളെ അടുക്ക വിളിച്ചിട്ട്, നിൻ്റെ രോഗാത്മാവ് നിന്നിൽ നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. അവൾക്ക് സൗഖ്യം കൊടുത്തു. അവൾ നിവർന്നു ദൈവത്തെ സ്തുതിച്ചു. കൂടി നിന്ന ആളുകൾക്കെല്ലാം സന്തോഷമായി. എന്നാൽ ചിലർ അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഈ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുത്ത ഈ ഭാഗത്തു നിന്ന് നാം പഠിക്കുന്ന ചില ആത്മീയ പാഠങ്ങളുണ്ട്. ഒന്നാമത്, യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മനസ്സിലാകണമെങ്കിൽ ഏത് പള്ളിയിലാണെന്നോ ഏത് സ്ഥലമാണെന്നൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. യഹൂദന്മാരുടെ ആരാധനാക്രമം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഇന്നത്തെ പോലെ സാർവത്രികമായ ദേവാലയങ്ങളൊന്നും ഇല്ലാത്ത കാലം 2 പ്രധാന സ്ഥലങ്ങളിലാണ് യഹൂദന്മാർ ആരാധന നടത്തിയിരുന്നത്. ശബ്ബത്തുനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാ ശബ്ബത്തുകളിലും അവർ ആരാധിക്കാൻ കൂടുമായിരുന്നു. ഈ ശബ്ബത്തുകളിൽ ആരാധിക്കാൻ കൂടുന്ന, ആഴ്ചയിൽ ശബ്ബത്തുകളിൽ ആരാധിക്കാൻ കൂടുന്ന സ്ഥലമാണ് സംഘാലയങ്ങൾ അല്ലെങ്കിൽ സിനഗോഗുകൾ. അവിടെയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. ദേവാലയം ഇന്നത്തെ പോലെ എല്ലാ സ്ഥലത്തും ദേവാലയമില്ല. ലോകത്തിലാകെ ഒറ്റ ദേവാലയം ഉണ്ടായിരുന്നുള്ളൂ, ജെറുസലേം ദേവാലയം. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയിലും ഇന്നത്തെ പോലെ സൺഡേ സർവീസോ അല്ലെങ്കിൽ ശബത്ത് സർവീസോ ഇല്ല. ഈ 2 സ്ഥലത്ത് നടക്കുന്ന ആരാധനയുടെ ഒരു ചെറിയ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ശബത്തിൽ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും. സംഘാലയത്തിലെ ആരാധനയിൽ പ്രധാനമായി 4 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഒന്ന്, പാട്ട്. അവർ പാടിയിരുന്ന പാട്ടുകളാണ് നമുക്കിന്ന് സങ്കീർത്തനങ്ങളായി മറ്റും വേദപുസ്തകത്തിൽ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെയൊക്കെ ഹെഡിങ്ങിൽ ഇന്ന രാഗത്തിൽ ഇന്ന പാട്ട്, പാട്ടിൻ്റെ ട്യൂണൊക്കെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അവർ പാടിയിരുന്ന പാട്ടുകളാണ്.
അത് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാണ് മിക്കവാറും പാട്ടുകളെല്ലാം പാടിയിരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ ഇടയ്ക്ക് സേല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സേല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് വായിക്കാനല്ല, സ്റ്റോപ്പ്, ലിസൺ ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ സേല എന്ന് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് പാട്ട് നിർത്തും, ഇൻസ്ട്രുമെൻ്റ് മാത്രം വായിക്കും. അപ്പോൾ പാടിയത് എന്താണെന്ന് ശ്രദ്ധിക്കും, ദെൻ പ്രൊസീഡ്, അതാണ് എൻ്റെ അർത്ഥം. അത് മ്യൂസിക്കൽ നോട്ടാണ് സേല എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പാടിയിരുന്ന പാട്ടുകളാണ് സങ്കീർത്തനങ്ങൾ. പാട്ട്, പിന്നീടുള്ള ദീർഘമായ പ്രാർത്ഥനകളുണ്ടായിരുന്നു. യഹൂദൻ്റെ പ്രാർത്ഥനകളുടെ വലിയ പട്ടിക തന്നെയുണ്ട്. പാട്ട്, പ്രാർത്ഥന, 3 വേദവായന. വേദവായന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കുത്തിക്കെട്ടിയ പുസ്തകമൊന്നുമില്ല. പഴയ നിയമ വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനം മറ്റും, അത് ചുരുളുകളിൽ പകർത്തി എഴുതിയിരുന്നതാണ്. ആ വേദഭാഗം വായിക്കും. ഇപ്പോൾ പാട്ട്, പ്രാർത്ഥന, വേദവായന, 4 പ്രസംഗം. ഈ 4 കാര്യങ്ങളാണ് അന്ന് ഓരോ ആഴ്ചയിലും നടക്കുന്ന ആരാധനയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇത് സംഘാലയത്തിൽ നടക്കുന്ന ആരാധനയാണ്. ഇനി ദേവാലയത്തിൽ നടക്കുന്ന ആരാധനയ്ക്ക് പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അവിടുത്തെ ആരാധനയിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. യാഗാർപ്പണം, അതാണ് വിവിധ തരങ്ങളായ യാഗങ്ങൾ, ഹോമയാഗം, ഹനനയാഗം, സർവാംഗ ഹോമം തുടങ്ങിയ ധാരാളം യാഗങ്ങൾ. 2 ധൂപാർപ്പണം, ധൂപപ്രാർത്ഥന. അതാണ് സക്കറിയ പുരോഹിതൻ്റെ സംഭവം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, അബിയ ഖൂറിൽ സക്കറിയ എന്ന പുരോഹിതന് ധൂപം അർപ്പിക്കാനുള്ള സമയം വന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ ധാരാളമുണ്ട്, പക്ഷേ അത് എല്ലാ ദിവസവും ആരാധനയില്ല. അതിൻ്റെ ടേൺ അനുസരിച്ച് സക്കറിയ പുരോഹിതന് ധൂപം അർപ്പിക്കാൻ സമയം വന്നു. ആ ധൂപം അർപ്പിച്ചപ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത് ആ ധൂപാർപ്പണ സമയത്താണ്. ഞാനത് ഓർപ്പിച്ചത് ദേവാലയത്തിൽ നടക്കുന്ന ക്രിയകളെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ യാഗാർപ്പണം, ധൂപാർപ്പണം, പ്രദക്ഷിണം, പ്രൊസഷൻ, വിവിധ തരത്തിലുള്ള പ്രൊസഷൻസ് ഉണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പെരുന്നാളിൻ്റെ ഒടുക്കത്തെ നാളിൽ ആളുകൾ ലൈനായിട്ട് വന്ന് ശീലോഹാമിൽ നിന്ന് കുടത്തിൽ വെള്ളം കോരിക്കൊണ്ട് വന്ന് ലൈനായിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് യാഗപീഠത്തിൻ്റെ അടിയിലേക്ക് ഒഴിക്കും. അപ്പോൾ യാഗപീഠത്തിൻ്റെ അടിയിലൂടെ വെള്ളം ഇങ്ങനെ പരന്നൊഴുകും. കൃഷിക്കാരായ ആളുകൾ വിചാരിക്കുന്നത് ഇതിങ്ങനെ പരന്നൊഴുകുന്നത് പോലെ ഈ ഒരു വർഷം മുഴുവൻ ഞങ്ങൾക്ക് സമൃദ്ധിയായിരിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. ഈ പ്രൊസഷൻ കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഇതിനേക്കാൾ വലിയ ജീവജലത്തിൻ്റെ നദി എന്നിൽ നിന്നൊഴുകും, ഇവിടെ വന്ന് കുടിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നു ദേവാലയത്തിൽ നടന്നത്: യാഗാർപ്പണം, ധൂപാർപ്പണം, പ്രദക്ഷിണം. അതുകൊണ്ടാണ് ആദിമകാലം മുതൽ നിലവിലുള്ള സഭകളിൽ, പിന്നീട് ഇടവുകളും പള്ളികളൊക്കെ സാർവത്രികമായി. പള്ളികൾ സാർവത്രികമായപ്പോൾ ആദ്യകാലത്ത് മുതൽ നിലവിലുള്ള സഭകളിലെ ആരാധനയിൽ ഈ സംഘാലയത്തിൽ നടന്ന 4 കാര്യങ്ങളും ദേവാലയത്തിൽ നടന്ന 3 കാര്യങ്ങളും ഒന്നിച്ച് സമന്വയിപ്പിച്ചു. അതുകൊണ്ട് ആദ്യകാലത്ത് മുതൽ നിലവിലുള്ള സഭകളിലെ ആരാധനയിൽ ഈ 7 കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പാട്ട്, പ്രാർത്ഥന, വേദവായന, പ്രസംഗം ഇത്രയും പോരെ. ഇത്രയും ആയപ്പോൾ അന്നത്തെ സംഘാലയത്തിലെ ആരാധന മാത്രമേ ആയുള്ളൂ. യാഗാർപ്പണം, ധൂപാർപ്പണം, പ്രദക്ഷിണം അതുമാത്രം പോരാ. ഇത്രയായാൽ അന്നത്തെ ദേവാലയത്തിലെ ആരാധന മാത്രമേ ആയുള്ളൂ. ഇത് 7ഉം കൂടെ സമ്മേളിച്ചതാണ് പൂർണ്ണമായ ആരാധനയുടെ പൂർണ്ണരൂപം. ഇത് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. ഇവിടെ യേശു ഇപ്പോൾ ഉപദേശിക്കുന്നത് പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അത് സംഘാലയത്തിലെ ആരാധനയാണ്. അവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് പ്രധാന കഥാപാത്രം. അവൾ 18 സംവത്സരമായി കൂനിയായ സ്ത്രീയാണ്. നമ്മൾ അവളിൽ കാണുന്ന 1ാമത്തെ ചിത്രം. 18 വർഷമായിട്ട് കൂനാണ്. പക്ഷേ അവൾ ദൈവാലയത്തിൽ സ്ഥിരമായി വന്നു നിൽക്കുകയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ചെറിയ ശാരീരിക അസ്വസ്ഥതയുണ്ടെങ്കിൽ ഒഴിവാക്കുന്ന ഏക രംഗം ആരാധന രംഗമാണ്. ഇവിടെ അവൾക്ക് ഒട്ടും നിവരാൻ കഴിയാതെ എന്നാണ് അവിടെ വായിച്ചത്. ഒട്ടും നിവരാൻ വയ്യാത്ത കൂനിയായിട്ടും അവൾ ദൈവാലയ ആരാധന മുടക്കിയില്ല. നമ്മൾ സകലത്തിനും സമയം കണ്ടെത്തിയാലും നമ്മൾ സമയം കണ്ടെത്താത്തതും
ഏത് അസുഖം ഉണ്ടെങ്കിലും എവിടെ ഓടിപ്പോവുമെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് ദേവാലയ ആരാധനയാണ്. ഇവളിൽ നാം പഠിക്കുന്ന ഒന്നാം പാഠം അതാണ്. 18 സംവത്സരമായി ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലും അവൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ ആരാധന മുടക്കാതെ നടത്തിയവളാണ്. രണ്ടാമത്, ഞാൻ 18 കൊല്ലമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും, അല്ലെങ്കിൽ നമുക്ക് 18 വയസ്സല്ലായിരിക്കും, അതിൽ കൂടുതലുണ്ടാവാം, പക്ഷേ അവൾക്കൊന്ന് വരാൻ വയ്യ. എന്തായാലും 18 കൊല്ലമായിട്ട് സുഖമില്ലാതിരിക്കുക. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല, ഇനി ഞാൻ പ്രാർത്ഥന നിർത്തുകയാണ് എന്ന് അവൾ പറഞ്ഞില്ല. അവിടെ പോയി ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രയോജനമില്ലാത്ത ഈ ആരാധന ഞാൻ നിർത്തുകയാണ് എന്നവൾ പറഞ്ഞില്ല. പെറുപെറുക്കാതെ, പരിഭവം കൂടാതെ ആരാധിക്കുന്ന സ്ത്രീയെയാണ് ഇവളിൽ കാണുന്നത്. പെറുപെറുപ്പില്ല, പരിഭവമില്ല, ആരോടും വിദ്വേഷമില്ല, ദൈവത്തോട് ചോദ്യങ്ങളില്ല. എന്തുകൊണ്ടാണിത് എന്ന് ചോദിക്കുന്നില്ല, എന്തുകൊണ്ടിത് മാറുന്നില്ല എന്ന് ചോദിക്കുന്നില്ല. ഒരു പരിഭവമില്ലാതെ ആരാധന നടക്കുന്ന ഒരു സ്ത്രീയാണ് ഇവൾ. മൂന്നാമത് നമ്മൾ അവളിൽ തന്നെ കാണുന്നൊരു ചിത്രം, അവളുടെ പ്രാർത്ഥന. അവളവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കർത്താവ് അവളെ അടുത്ത് വിളിച്ചു. യേശു അവളെ അടുത്ത് വിളിച്ച് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഓരോന്നും പഠിച്ചാൽ എല്ലാം ഒരേപോലെ അല്ല കർത്താവ് കൊടുത്ത സൗഖ്യവും അത്ഭുതങ്ങളും. ചിലരെ തൊട്ട് സുഖം കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് മരുന്നുണ്ടാക്കി കൊടുത്ത് സുഖം കൊടുത്തിട്ടുണ്ട്. ഇവളെ അടുക്കൽ വിളിച്ചു, നിൻ്റെ ബന്ധനം അഴിയട്ടെ എന്ന് പറഞ്ഞു. യേശു അടുത്ത് വിളിച്ചാൽ നിൻ്റെ ബന്ധനം അഴിയും. യേശു അടുത്ത് വിളിച്ചാൽ രോഗബന്ധനം അഴിയും. യേശു അടുത്ത് വിളിച്ചാൽ പൈശാചിക ബന്ധനം അഴിയും. യേശു അടുത്ത് വിളിച്ചാൽ നിൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയും. യേശു അടുത്ത് വിളിച്ചാൽ നിൻ്റെ പ്രതിസന്ധികൾ മാറും. യേശു അടുത്ത് വിളിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിയും. യേശു അടുത്ത് വിളിച്ചാൽ നിൻ്റെ മനസ്സിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും. യേശു അവളെ അടുത്ത് വിളിച്ചു, എന്നിട്ട് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. നമ്മൾ വീണ്ടും ഇവളുടെ ചിത്രത്തിൽ നിന്ന് കാണുന്ന ചിത്രം, അവൾ ഒരു വാക്ക് പോലും അവിടെ ദാവീദ് പുത്രാ കരുണ തോന്നണമേ എന്ന് ഒരു സ്ത്രീ നിലവിളിച്ചു. കണ്ണു കാണാൻ വയ്യാത്ത കുരുടന്മാർ ദാവീദ് പുത്രാ കരുണ ചെയ്യണമെന്ന് നിലവിളിച്ചു. ഇവൾ പക്ഷെ ഒറ്റ അക്ഷരം മിണ്ടിയില്ല. കർത്താവേ, എനിക്ക് കൂനാണേ, എൻ്റെ കൂന് മാറ്റിത്തരണേ, യേശുവിൻ്റെ നാമത്തിൽ കൂന് മാറ്റണേ. ഒറ്റ അക്ഷരം മിണ്ടിയില്ല. പിന്നെ യേശു അടുത്ത് വിളിച്ച് അവളുടെ ഹൃദയമറിഞ്ഞ് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. പ്രാർത്ഥനയുടെ നമ്മൾ പഠിക്കേണ്ട ഒരു ബാലപാഠം അവിടെയാണ്. നമ്മുടെ വിചാരം എപ്പോഴും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉറക്കെ നിലവിളിക്കണം എന്നാണ്. എപ്പോഴും അങ്ങനെ വേണം എന്നില്ല. നമ്മൾ ബൈബിളിൽ ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ അത് മനസ്സിലാവും. ഇവൾ ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. എനിക്ക് സൗഖ്യം തരണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഇവളുടെ നിലവിളിയേ പറഞ്ഞില്ല. പിന്നെ ഹൃദയനുറുക്കം കൊണ്ട് നിൽക്കുന്ന സ്ത്രീയുടെ മനോവേദന തിരിച്ചറിയുന്നവനാണ് ദൈവം. ദൈവം നിൻ്റെ പ്രാർത്ഥനയുടെ വോളിയം നോക്കിയല്ല അനുഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം നോക്കിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിലെ മൈക്കിൻ്റെ വോളിയം നോക്കിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിലെ സൗണ്ട് സിസ്റ്റം നോക്കിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ ഹൃദയനുറുക്കം കണ്ടാണ്. ഇവിടെ ഈ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദമേ ഇല്ല. അവൾ ഒറ്റ അക്ഷരം പോലും സംസാരിച്ചില്ല. അവളുടെ ഒറ്റ വേദന പോലും സംസാരിച്ചില്ല. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഇതുപോലെ ഒരു ചിത്രം കാണാം. 1 ശമൂവേൽ 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ദേവാലയ ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ പള്ളിയുടെ മൂലയ്ക്കിരുന്നൊരു സ്ത്രീ, അവൾ ഒറ്റ അക്ഷരം സംസാരിച്ചില്ല. ദേവാലയത്തിൽ പുരോഹിതൻ നോക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നു, ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ പള്ളിയിലെ പുരോഹിതൻ വിചാരിച്ചു ഇവൾ രാവിലെ മദ്യപിച്ചിട്ട് വന്നാണെന്ന്. അവൾ പറഞ്ഞു, അങ്ങനെയല്ല യജമാനനെ, അടിയൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രയേ ചെയ്തത്. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ
അവളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര ഓളിയം? ഒരു ഓളിയവും ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല. അവൾ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രയേ ചെയ്തത്. പക്ഷെ അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് അവൾക്കൊരു പൈതലിനെ കൊടുത്തു. അതാണ് ശമൂവേൽ ബാലൻ. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ഓളിയുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നമ്മൾ കോമൺ വർഷിപ്പിന് വരുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ ഇവിടുത്തെ പ്രാർത്ഥനയുടെ ബേസ് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തോട് സംസർഗം ചെയ്യുന്നതാണ് പ്രാർത്ഥന. ഇതാണ് പ്രാർത്ഥനയുടെ സിമ്പിൾ ഡെഫിനിഷൻ. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി തന്നോട് സംസർഗം ചെയ്യുന്നതാണ് പ്രാർത്ഥന. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദമുണ്ടായിരുന്നില്ല, പക്ഷേ അവൾക്ക് ഹൃദയ നുറുക്കമുണ്ടായിരുന്നു. കൂനിയായ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദമുണ്ടായിരുന്നില്ല. അവൾ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തില്ല, പക്ഷെ ദൈവം വേദനിക്കുന്നവൻ്റെ ഹൃദയമറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. അവരെ വിളിച്ച് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് കൂനിയായ സ്ത്രീയുടെ സൗഖ്യത്തിൽ നിന്ന് നാം പഠിക്കുന്ന പാഠമാണ്. ഒരു കാര്യം കൂടെ പ്രത്യേകമായി അവിടെ ശ്രദ്ധിക്കുന്നത് കൊള്ളാം. വേദപുസ്തകത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒരു പാഠം മത്തായി സുവിശേഷം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. നിങ്ങളോ അവരോട് തുല്യർ ആകരുത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികളെപ്പോലുള്ള ജൽപ്പനം ചാട്ടമല്ല പ്രാർത്ഥന. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഉറക്കെ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് തോന്നുന്നത്. എന്നാൽ നിങ്ങളോ അങ്ങനെ ആകരുത്, അവരോട് തുല്യർ ആകരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നുള്ള മിഥ്യാധാരണയാണ് നമുക്കുള്ളത്. ചിലർക്കെങ്കിലും ഉള്ളത് അങ്ങനെയാണ്. ഏറ്റവും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ചില പ്രാർത്ഥനകളും ചില ശുശ്രൂഷകളും കേട്ടാൽ ദൈവം വെറും പൊട്ടനാണോ എന്ന് തോന്നിപ്പോകും. ദൈവത്തിന് കേൾക്കാൻ പ്രയാസമുള്ള. ഇവിടെ പറയുന്നത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണല്ലോ ചിലർക്ക് തോന്നുന്നത്. നിങ്ങളോ അവരോട് തുല്യർ ആകരുത്. അതുകൊണ്ട് കോമൺ വർഷിപ്പിന് വരുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കണമെന്നല്ല. പ്രാർത്ഥനയുടെ വിവിധങ്ങളായ തലങ്ങളുണ്ട്. ഉറക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചവരുണ്ട്, പതുക്കെ പ്രാർത്ഥിച്ചവരുണ്ട്, മൗനമായിരുന്നവരുണ്ട്, ഒരക്ഷരവും പറയാതെ നിന്ന് അവരുടെ ആവശ്യം അറിഞ്ഞ് ദൈവം ഇങ്ങോട്ട് വിളിച്ച് അനുഗ്രഹിച്ചവരുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ അർത്ഥം ആ ഉറക്കെയോ പതുക്കെയോ എന്നൊന്നുമല്ല. ഹൃദയം എവിടെ എന്നുള്ളതാണ്. ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി തന്നോട് സംസർഗം ചെയ്യുന്നതാണ് പ്രാർത്ഥന. ഇവിടെ കൂനിയായ സ്ത്രീ 18 വർഷമായി പ്രതിസന്ധിയിലായിരുന്നു. അവരുടെ പ്രതിസന്ധിക്ക് ദൈവം അന്ന് പരിഹാരം നൽകുകയാണ്. ഇന്നത്തെ ഈ സൗഖ്യം ഒരു പള്ളിയിൽ വെച്ച് കിട്ടിയ സൗഖ്യമാണ്. പള്ളി ആരാധനയെ കിട്ടിയ സൗഖ്യമാണ്. ചിലരുടെയെങ്കിലും വിചാരം സൗഖ്യം കിട്ടാൻ പള്ളി പോകേണ്ട, പള്ളിക്ക് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു ദേവാലയത്തിൽ വെച്ചാണ് അവൾക്ക് സൗഖ്യം കൊടുത്തത് ദൈവം. ആ ദേവാലയത്തിൽ അവളുടെ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി. അപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി. ദൈവം അവളെ അനുഗ്രഹിച്ചു വിട്ടു. അവളുടെ കൂന് നിവർന്നു. താഴേക്ക് മാത്രം നോക്കി നടന്നവൾ മുകളിലേക്ക് നോക്കാൻ ദൈവം പ്രാപ്തയാക്കി. താഴേക്ക് മാത്രം നോക്കാനേ അവൾക്ക് പറ്റുള്ളായിരുന്നു. പക്ഷേ അവൾ താഴോട്ട് നോക്കുന്നവളാണെങ്കിലും അവളുടെ ശരീരം അങ്ങനെ ആയിരുന്നെങ്കിലും അവളുടെ ഹൃദയം മുകളിലോട്ട് തന്നെയായിരുന്നു അന്നും. ഇപ്പോൾ ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്താനും ദൈവം അവസരം നൽകി. സ്നേഹിതരെ, ഈ നോമ്പിൻ്റെ നാൾ എന്തിനാണ്? ഹൃദയനുറക്കത്തിനാണ് നോമ്പ്. നമ്മുടെ പ്രാർത്ഥനകൾ എന്തിനാണ്? വെറുതെ ജൽപ്പനങ്ങളല്ല. പ്രാർത്ഥനകൾ എന്താണ്? കുറേ പറഞ്ഞു കൂട്ടുന്നതല്ല. പ്രാർത്ഥനകൾ എന്താണ്?
കുറേ സമയം മെനക്കെടുന്നത് മാത്രമല്ല, പ്രാർത്ഥനകൾ എന്താണ്? നമ്മുടെ വാചകങ്ങളുടെ കസർത്തുകളല്ല. പ്രാർത്ഥനകൾ എന്താണ്? നമ്മുടെ വോളിയം മാത്രമല്ല. പ്രാർത്ഥനകൾ എന്താണ്? നമ്മുടെ ആർട്ടിഫിഷ്യൽ വാചകങ്ങളല്ല. പ്രാർത്ഥനകൾ എന്താണ്? കർത്തൃസന്നിധിയിലേക്കുള്ള നിലവിളിയാണ്. നമ്മുടെ ഹൃദയനുറക്കമാണ് പ്രാർത്ഥന. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ സ്ത്രീയുടെ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ നോമ്പിനെ അനുഗ്രഹപ്രദമാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ.